ഓ നാരായണായ ദശകം 2 8-ാമത്തെ ശ്ലോകം. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിതം തദ്യൂരേത്യബലം യഥോപനിഷദ് ജ്ഞാനോപലഭ്യം പുനഃ തത്വദ്വ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ്വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. 9-ാമത്തെ ശ്ലോകം. അത്യായാസകരാണി കർമ്മപടലാ ആചര്യനിര്യന്മലാ ബോധേ ഭക്തിപദേ ദവാപ്യുജിതതാം മായാന്തി കിം താവതാ ക്ലിഷ്ടാ തർക്കപദേ പരം തവ വഭൂ ബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താദത്വമദേ വിചിന്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരേഹി. 10-ാമത്തെ ശ്ലോകം. ത്വദ്ഭക്തിസ്തു കദാരസാമൃതജരീ നിർമജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീം അക്ലേശദത്തന്വതീ സദ്യസിന്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വത്പദാം പ്രേമപ്രൗഢിരസാദ്രദാ ദ്രുതതരം മാദാലയാദീശ്വര. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമസ്തേ. ശ്രീമന്നാരായണീയം രണ്ടാമത്തെ ദശകത്തിലെ 8-ാമത്തെ ശ്ലോകമാണ് ഇവിടെ പരാമർശിക്കാൻ പോകുന്നത്. അതിൽ എന്താണ് ഭക്തിയോഗം, എന്താണ് കർമ്മയോഗം, എന്താണ് ജ്ഞാനയോഗം, ഇത് വളരെ വ്യക്തമാക്കി സാധാരണക്കാർക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ഭട്ടതിരിപ്പയാൾ പറഞ്ഞു തരികയാണ് നമുക്ക് ചെയ്യുന്നത്. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാദിധം. ഫലത്തെ ചിന്തിക്കാതെ വിധിപ്രകാരം ചെയ്യുന്ന സ്വധർമാനുഷ്ഠാനത്തെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അത്ര മനോഹരമായിട്ടാണ് ഈ കർമ്മയോഗത്തെ അദ്ദേഹം വ്യാഖ്യാനിച്ചിരിക്കുന്നത്. കർമ്മയോഗിയാണ് ഞാൻ എന്ന് പറയുമ്പോൾ ആ കർമ്മയോഗിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഫലത്തെ ഇച്ഛിക്കാതെ, താൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം എന്താണെന്നോ എങ്ങനെ കിട്ടുന്നോ അതൊന്നും ചിന്തിക്കുന്നില്ല. നിഷ്കാമ കർമ്മം, അതാണ് കർമ്മയോഗത്തിൻ്റെ ലക്ഷ്യം. തൻ്റെ സ്വധർമ്മങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക, സ്വധർമാനുഷ്ഠാനം. ഓരോരുത്തരും ചെയ്യേണ്ട ധർമ്മമുണ്ടല്ലോ, അവനവന് ഏൽപ്പിച്ചതായ കർമ്മം, ദൗത്യം, അത് ഫലത്തെ ആശ്രയിക്കാതെ സത്യസന്ധമായിട്ട് അത് ചെയ്ത് അതിലൂടെയാണ് അവർ കർമ്മയോഗിയായി തീരുന്നത് എന്ന് വ്യക്തമാക്കുന്നത്. ഇത് കർമ്മയോഗികളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. കർമ്മയോഗം എന്ന് പറയുമ്പോൾ രാവിലെ 3-4 മണിക്ക് തുടങ്ങി രാത്രി 10 മണി വരെ ജോലി ചെയ്താൽ അത് കർമ്മയോഗം ആവുമോ? ആവില്ല എന്നാണ് ഇപ്പോൾ ഇന്ന് മനസ്സിലാവുന്നത്. ഫലത്തെ ആശ്രയിക്കാതെ, എല്ലാവരും കർമ്മയോഗി എന്ന് പറയുന്നത് ഫലത്തെ ആശ്രയിച്ചുകൊണ്ടാണ്. അതല്ല, കർമ്മം ചെയ്താൽ ഫലം ഉണ്ടാവും. അത് ഭഗവാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു കർമ്മം ചെറുതായാലും വലുതായാലും അതിൻ്റെ ഫലം ഉറപ്പാണ്. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടതായ ധർമ്മപ്രകാരം നമ്മൾ ചെയ്യേണ്ടതായ ആ കർമ്മത്തെ നമ്മൾ ചെയ്തു, അങ്ങനെ മുന്നോട്ട് പോകുന്നു. അവരാണ് കർമ്മയോഗി എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു വിഷമം എന്താ വെച്ചാൽ, ആ യോഗമാകട്ടെ വളരെ കാലം കഴിഞ്ഞതിന് ശേഷം ഫലത്തെ നൽകുന്നു. ഒരു ജോലിയിൽ പ്രവേശിച്ച് കുറേ കാലം ജോലി ചെയ്യുമ്പോഴാണ് പ്രമോഷൻ കിട്ടുന്നതും ഉയർന്ന തലത്തിലേക്കൊക്കെ എത്തുന്നത്. കഠിനമായി അധ്വാനിക്കണം. അല്ലാതെ ഒരു ജോലിയിൽ പ്രവേശിച്ച് 3-ാമത്തെ ദിവസം ഉയർച്ച അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ സാധ്യമാവില്ല. അപ്പോൾ അതുപോലെ ഏതെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ അതിൽ വൈദഗ്ധ്യം നേടണമെങ്കിലും വർഷങ്ങളോളം അധ്വാനിക്കണം, രാവുപകൽ അധ്വാനിക്കണം. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചുരുക്കം ചില ആളുകൾക്ക് അതിനുള്ള കഴിവുണ്ട്, അവരത്ര വർക്ക് ചെയ്യാൻ മുന്നോട്ടേക്ക് വരും. അതും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെയുള്ളത് ജ്ഞാനയോഗത്തെ പറ്റിയാണ് പറയുന്നത്. പുനഃ
യത് ഔപനിഷദ ജ്ഞാനോപലഭ്യം, ഉപനിഷത്തുകളിൽ നിന്ന് ലഭിക്കുന്ന, അതായത് വേദാന്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തത്വജ്ഞാനം, അതിനെയാണ് നമ്മൾ ജ്ഞാനയോഗം എന്ന് പറയുന്നത്. തതു അവ്യക്തതയാ ചിത്തസ്യ സുദുർഗമ തരം. മനുഷ്യൻ്റെ മനസ്സെപ്പോഴും കാണാൻ വേണ്ടിയിട്ടാണ്. കാണണം, എനിക്ക് എല്ലാം കാണണം. പക്ഷേ വേദാന്ത തത്വങ്ങളിലൂടെ വ്യക്തമാക്കുന്നത് ഈ കാണുന്ന ലോകം ഇല്ലാത്തതാണ്. സർവവ്യാപിയാണ് ദൈവം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇതെല്ലാം മായയാണ്, ഒന്നുമില്ലാത്തതാണ്. അപ്പോൾ നമ്മുടെ കണ്ണുകൾ പിന്നെ എന്താ കാണുന്നത് എന്നാണ് പിന്നത്തെ ചോദ്യം വരുന്നത്. അപ്പോൾ ഈ കാണുന്നത് യാഥാർത്ഥ്യമല്ലെങ്കിൽ പിന്നെ എന്തിനു ജീവിക്കണം എന്നുള്ള ചിന്ത മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വരും. അപ്പോൾ ജ്ഞാനയോഗത്തിലേക്ക് ഇവിടെ പോകുമ്പോൾ അങ്ങനെയുള്ള വലിയൊരു വിഷമങ്ങളുണ്ടാവുന്നു. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ. അതിൽ കണ്ണുകൊണ്ട് കാണുക, ചെവി കൊണ്ട് കേൾക്കുക, മൂക്ക് കൊണ്ട് മണക്കുക, നാക്ക് കൊണ്ട് രുചിക്കുക, ത്വക്ക് കൊണ്ട് സ്പർശിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നും അനുഭവവേദ്യമാക്കി തീർക്കുന്നത്. പക്ഷേ ജ്ഞാനയോഗത്തിൽ അങ്ങനെ ഒന്നുമില്ലല്ലോ. ജ്ഞാനേന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിയന്ത്രിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊന്നും ഈ അതല്ല യഥാർത്ഥത്തിൽ എന്ന് ചിന്തിക്കണം. കേൾക്കുന്നത് യഥാർത്ഥത്തിൽ സത്യമല്ല എന്ന് നമ്മൾ വിചാരിക്കണം. മണക്കുന്നതും സത്യമല്ല എന്ന് ചിന്തിക്കണം. രുചിക്കുന്നതും സത്യമല്ല, അത് അനുഭവം ആണ് എന്ന് മനസ്സിലാക്കണം. സ്പർശിക്കുന്നതും ഇതില്ല. അപ്പോൾ മനസ്സിൻ്റെ സ്ഥിതി എന്തായിരിക്കും? മനസ്സിന് ഇതിൽ കൂടിയാണ് അതിന് സന്തോഷമുണ്ടാകുന്നത്. അപ്പോൾ അവിടെ മനസ്സ് മരവിപ്പിച്ച അവസ്ഥയായി. പിന്നെ ബുദ്ധി മാത്രം പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് മനുഷ്യന് സന്തോഷമുണ്ടാവുന്നില്ല എന്നുള്ളത്. അത് വളരെ ശ്രദ്ധിച്ചു കണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ജ്ഞാനയോഗം എന്ന് പറയുന്നുണ്ടല്ലോ, അത് എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞെങ്കിൽ മാത്രമേ അതിനെന്താണ് മാറ്റം എന്നുള്ളത് നമുക്ക് ലഭ്യമാവുള്ളൂ. അതിവിടെ വ്യക്തമാക്കി പറയണം. പിന്നെയുള്ളത് ഭക്തിയാണോ? തസ്മാത് ത്വത് പ്രേമാത്മക ഭക്തിയേവ. പ്രഭോ, അതിനാൽ അങ്ങയെക്കുറിച്ചുള്ള ഭക്തി തന്നെയാണ് ഏറ്റവും പരമപ്രധാനം, ഏറ്റവും എളുപ്പവും സതതം സ്വാധീയസി ശ്രേയസി, എല്ലാ കാലത്തും ആസാദ്യകരവും ശ്രേയസ്കരവുമായിട്ടുള്ളത്. ഇതിന് ആചാര്യൻ ഈ ശ്രീമന്നാരായണീയത്തിൽ കൊടുത്ത വ്യാഖ്യാനം അത് ഞാൻ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ അത് എഴുതിയിരിക്കുന്നത്. ഫലത്തെ ചിന്തിക്കാതെ വിധിപ്രകാരം ചെയ്യുന്ന സ്വധർമാനുഷ്ഠാനത്തെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അതിൻ്റെ ഫലത്തിന് വേണ്ടി വളരെ കാലം കാത്തിരിക്കേണ്ടി വരും. പിന്നെ ഉപനിഷത്തുകളിൽ നിന്ന് ലഭിക്കുന്ന പരബ്രഹ്മത്തെ പറ്റിയുള്ള ജ്ഞാനം ഇന്ദ്രിയ പ്രത്യക്ഷമല്ലാത്തതുകൊണ്ട്, ഇന്ദ്രിയത്തിൽ അനുഭവിക്കാൻ സാധിക്കാത്തത് എന്തൊക്കെയാണ്? കാണുവാനോ കേൾക്കുവാനോ മണക്കുവാനോ രുചിക്കുവാനോ സ്പർശിക്കുവാനോ. ഇതൊന്നുമില്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതം എന്താണ്? അതാലോചിക്കണം. മനസ്സിൽ ഉൾക്കൊള്ളുവാൻ പ്രയാസമാണ്. മനസ്സിൽ ഗ്രഹിക്കണമെങ്കിൽ രൂപം അഥവാ വിഗ്രഹം അതെടുത്ത് പറയുന്നുണ്ട്. നമ്മുടെ മനസ്സിനെപ്പോഴും ഒരു രൂപം കണ്ടുകൊണ്ടേയിരിക്കണം. എന്തായാലും ഏത് വസ്തുവിൻ്റെ ആയാലും ശരി, അതിന് രൂപം. ഒരാളെപ്പറ്റി വർണ്ണിക്കുകയാണ്, അത്ര നല്ല ആളാണ്, അത് പല ഉപകാരം ചെയ്യുന്ന ആളാണ്, എല്ലാം കൊണ്ടും അദ്ദേഹം ഇതൊക്കെ പറയുമ്പോഴും നമ്മളിങ്ങനെ മൂളി കേൾക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു സംശയം വരുന്നു, ആ ആൾ എങ്ങനെയായിരിക്കും, അയാളുടെ രൂപം എങ്ങനെയായിരിക്കും. അപ്പോഴാണ് നമ്മൾ പറയാൻ സുഹൃത്തിനോട്, അല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ വല്ലതുണ്ടോ, അതൊന്ന് കാണിക്കും. മുഴുവനും വർണ്ണിച്ചില്ലേ അയാളുടെ എന്താ പറയുക സ്വഭാവവും രൂപമൊക്കെ, പിന്നെ എന്തിൻ്റെ ഒരു ഫോട്ടോൻ്റെ ആവശ്യം? മനസ്സ് സ്വീകരിച്ചിട്ടുണ്ട്. ബുദ്ധിയിൽ ഞാൻ സ്വീകരിച്ചു, പക്ഷെ മനസ്സ് പറയുന്നത് കാണാതെ പറയാൻ പറ്റില്ല. ഫോട്ടോ ചോദിക്കൂ. ഇപ്പോൾ ഈ ബ്രോക്കർമാരൊക്കെ കല്യാണത്തിന് പുരുഷൻ്റെ ആയാലും സ്ത്രീ ആയാലും ഇങ്ങനെ വർണ്ണിക്കും. ഇത്രയും സൽസ്വഭാവിയായിട്ടുള്ള ഇത്രയും സൗന്ദര്യമൊക്കെ പറയും, നമ്മൾ കേൾക്കും. പക്ഷെ ഒടുവിൽ പറയും ആ ഫോട്ടോ ഒന്ന് അയച്ചു തരും. മനസ്സിന് പിടിക്കണം, മനപ്പൊരുത്തം അല്ലേ? ഇതൊക്കെ നമ്മൾ വാക്കുകൾ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഇന്ദ്രിയ പ്രത്യക്ഷമല്ലാത്തതുകൊണ്ട് ഈ ജ്ഞാനയോഗത്തിൻ്റെ ആ മാർഗം വളരെ ദുഷ്കരമായിരിക്കും എന്നാണ്. മനുഷ്യന് അതാണ് വിഗ്രഹം ആരാധന തികച്ചും ശാസ്ത്രീയമാണെന്ന് പറയാൻ കാരണം. അതിലെതിർക്കുന്നവർ അത് മനസ്സിലാക്കുന്നില്ല. പൂർണ്ണമായും വിഗ്രഹാരാധന ശാസ്ത്രീയമാണ്. ജ്ഞാനയോഗികൾ പലരും തള്ളി പറയുന്നുണ്ട്, പക്ഷെ അത് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഭട്ടതിരിപ്പാട് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ഇവിടെ. അതാണ്
മനുഷ്യജീവിതത്തിൻ്റെ അടിത്തറ ഭക്തിയോഗത്തിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ തത്വചിന്തകളും എല്ലാം തന്നെ ആദ്യം ഭക്തിയിലാണ് ഉറച്ചു നിൽക്കേണ്ടത്. പിന്നീട് അത് മെല്ലെ ജ്ഞാനത്തിലേക്ക് തനിയെ പോയിക്കോളും. നമ്മളതിനു വേണ്ടി പ്രയാസപ്പെടേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് വരും. പിന്നെയാണ് വൈരാഗ്യം, ഇതെന്നൊക്കെ ഉപേക്ഷിക്കണം എന്നുള്ള ചിന്തയിലേക്ക് വരുന്നത്. ഭാഗവത പുരാണത്തിൻ്റെ സംക്ഷിപ്ത സന്ദേശം ചുരുക്കി പറയണം. ഭാഗവതത്തിൻ്റെ സന്ദേശം എന്താണ്? ഭക്തിജ്ഞാന വൈരാഗ്യം. അതിലും തുടക്കം എന്താ? ഭക്തിയാണ് ഉറപ്പിക്കേണ്ടത്, ഫൗണ്ടേഷൻ. പിന്നെ ജ്ഞാനം, വൈരാഗ്യം അതിലൂടെ മുന്നോട്ട് വരുന്നു എന്നാണ്. അത് ഭഗവത്ഗീതയിൽ ജ്ഞാനവിജ്ഞാന യോഗത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. 7-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ ശ്ലോകം. ജന്മജന്മാന്തരങ്ങളുടെ അന്ത്യത്തിൽ, എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞൊടുവിൽ സർവവും വാസുദേവനാണെന്ന ബോധമുണ്ടായ യോഗി. അപ്പോഴാണ് എല്ലാം ഒന്നാണ്, സർവവ്യാപിയാണെന്ന് എത്രയോ ആയിരം ജന്മങ്ങൾ കഴിഞ്ഞാൽ അതറിയാൻ പറ്റുള്ളൂ. അല്ല യോഗി, ആ യോഗി എന്നെ പ്രാപിക്കുന്നു. ഒരു ജ്ഞാനയോഗി എത്രയോ ജന്മം എടുക്കണമെന്നാണ് പറയുന്നത് ഭഗവാനെ പ്രാപിക്കാൻ. അങ്ങനെയുള്ള മഹാത്മാക്കൾ വിരളമായിരിക്കും. ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവർ വളരെ ചുരുക്കമായിരിക്കും. ഭട്ടതിരിപ്പാടിൻ്റെ ശ്ലോകത്തിൻ്റെ ആശയവും ഗീതയിലെ ഈ ശ്ലോകത്തിൻ്റെ ആശയവും പൊരുത്തപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി 9-ാമത്തെ ശ്ലോകത്തിൽ വളരെയധികം പ്രയാസപ്പെട്ട് പല കർമ്മങ്ങളും ചെയ്ത് കർമ്മയോഗികൾ മനഃശുദ്ധി നേടി ജ്ഞാനമാർഗത്തിലോ ഭക്തിമാർഗത്തിലോ എത്തിച്ചേരുന്നു. ആ കർമ്മയോഗികൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണമല്ലോ, അതാണ്. ഒടുവിൽ അവർ ഭക്തിമാർഗത്തിലോ ജ്ഞാനമാർഗത്തിലോ എത്തുന്നു. ഭക്തിയോഗം താരതമ്യേന എളുപ്പമായിരിക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് കർമ്മയോഗ മാർഗത്തിലൂടെ ഭക്തി എത്തിക്കേണ്ട ആവശ്യമെന്നാണ് അദ്ദേഹം ചോദിക്കുകയാണ്. അങ്ങനെ എന്തിനാണ് കഷ്ടപ്പെടേണ്ടതെന്നാണ് ചോദിക്കുന്നത്. വല്ലാതെ ഭക്ഷണം കഴിക്കാതെയും യോഗ ചര്യകൾ ചെയ്തിട്ടും ഒക്കെ നമ്മൾ അധ്വാനിക്കണമല്ലോ, വളരെ അധ്വാനം. അതിലൂടെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത്, പക്ഷേ വളരെ എളുപ്പത്തിൽ ഭക്തിയോഗത്തിലൂടെ എത്തിച്ചേരുന്നു. അത് അനുഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ജ്ഞാനയോഗത്തിന് മനഃശുദ്ധി നേടുവാൻ കർമ്മയോഗം ചെയ്യണം. ജ്ഞാനയോഗം വെറുതെ ഇരുന്നാൽ ശരീരം പോലും നിലനിൽക്കില്ല, കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. ആ കർമ്മമാർഗം ഉപേക്ഷിക്കാൻ പറ്റില്ല. പിന്നെ മനഃശുദ്ധി നേടുക എന്നുള്ളതുണ്ട്. മനഃശുദ്ധി നേടണമെങ്കിൽ ഭക്തി തന്നെ വേണം, അല്ലാതെ മനഃശുദ്ധി നേടാൻ പറ്റില്ല എന്നർത്ഥം. ചിലവർ വാദപ്രതിവാദത്തിലൂടെ തന്നെ തത്വങ്ങൾ സമർത്ഥിക്കും ചില ജ്ഞാനയോഗികൾ. അതുകൊണ്ട് എന്താ പ്രയോജനം? എന്താ അതിനുള്ള നേട്ടമുള്ളത്? മനസ്സാണ് ഇതിലേക്ക് ലയിച്ച് ചേരേണ്ടത് എന്നർത്ഥം. അപ്പോൾ ബഹുഭൂരിപക്ഷം ജനങ്ങളും മാനസിക തലത്തിൽ കഴിയുന്നവരാണ് എന്ന കാര്യം ചിന്തിക്കാം. പിന്നെ ആ 10-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം, കർമ്മമാർഗവും ജ്ഞാനമാർഗവും ദുഷ്കരം തന്നെയാണ്. അതായത് ചുരുക്കത്തിൽ എന്താണ് ഭട്ടതിരിപ്പാടിൻ്റെ ആ ഉപദേശം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച കാര്യം എന്താണ് എന്നതിനെപ്പറ്റി ഇവിടെ പറയുകയാണ്. കർമ്മമാർഗവും ജ്ഞാനമാർഗവും ദുഷ്കരമാണ്, എന്നാൽ ഭക്തിമാർഗമോ ആസ്വാദ്യകരവും കാരുണ്യം, സ്നേഹം തുടങ്ങിയ സദ്വികാരങ്ങൾ വർദ്ധിക്കുന്നതിനെ സഹായിക്കുന്നതുമാകുന്നുവെന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. ഒരു കർമ്മയോഗിയും ജ്ഞാനയോഗിയും ഭക്തിയിലൂടെ പോകുന്ന ആളും നടന്നു പോകുമ്പോൾ ഒരാൾ വീണ് കിടക്കുന്ന രംഗം കാണുകയാണ്. കർമ്മമാർഗത്തിലുള്ളവർ ഉടനെ എടുത്ത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി കാര്യങ്ങൾ ചെയ്യും. ജ്ഞാനയോഗി അവിടെ ഒന്നും അനങ്ങില്ല. ഇതൊക്കെ കർമ്മഫലം, മുമ്പ് ചെയ്ത് ആ കർമ്മത്തെ അത് അനുഭവിക്കേണ്ടത്, നമുക്ക് പോകാം, മുന്നോട്ട് പോകാമെന്ന് പറയും. ഭക്തിമാർഗമുള്ളവർ അയ്യോ അങ്ങനെ വിട്ടുപോകാൻ പറ്റില്ല, തൽക്കാലമാണ് ആസ്പത്രി എത്തിച്ചുകൊണ്ടും കാര്യമില്ല. അയാൾക്കുള്ള ഇനിയുള്ള ജീവിതകാലം എങ്ങനെയാണ് അയാൾക്ക് ജീവിക്കാൻ പറ്റുക, അയാളുടെ കുടുംബത്തിൻ്റെ സ്ഥിതി എന്താണ്, അയാൾക്ക് വേണ്ടി നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ദേഹസഹായം ചെയ്യാൻ പറ്റുമോ, ഇതെങ്ങനെയാണ് ഭക്തിമാർഗമുള്ളവർ ചിന്തിക്കുക. കർമ്മമാർഗികൾ ഉടനെ ആസ്പത്രിയിൽ എത്തിക്കുക, വാഹനം പിടിക്കുക, അത് അങ്ങോട്ട് കഴിഞ്ഞു, പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ജ്ഞാനയോഗിയാണെങ്കിലോ ഇതൊക്കെ കർമ്മത്തിൻ്റെ ഫലമാണ്, നമ്മളൊന്നും അവിടെ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു പോകുന്നു. ഭക്തി ഉള്ളവരങ്ങനെയല്ല, അയ്യോ ഇതും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, നമ്മെപ്പോലെ സൃഷ്ടിച്ചതാണ്, ഈ ആളിലും ആത്മാവ് നിലനിൽക്കുന്നുണ്ട്, ഭഗവാനുണ്ട് ആ ശരീരത്തിൽ. ആ ഭക്തന്മാരെ സേവിക്കുന്നവരെ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പലപ്പോഴും ഭഗവാൻ പറയുന്നുണ്ട്. ഞാൻ ഭക്തൻ്റെ
ദാസദാസൻ എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, എൻ്റെ ഭക്തനെ ഞാൻ നശിപ്പിക്കുവാൻ സമ്മതിക്കില്ല. ആ 9-ാം അധ്യായത്തിൽ 31-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. അർജുന, ഞാനിതാ പ്രഖ്യാപിക്കുന്നു, യഥാർത്ഥമായ എൻ്റെ ഭക്തൻ, യഥാർത്ഥ ബോധത്തോടുകൂടി എന്നെ സേവിക്കുന്ന ഭക്തൻ ഒരിക്കലും നശിക്കില്ല, നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നാണ്. ഞാൻ ഇടപെടുവതിൽ എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ അവൻ്റെ കാര്യം ശ്രദ്ധിക്കും. അപ്പോൾ ഭക്തി യോഗികൾ ഭഗവാൻ ഏറ്റവും അധികം ഇഷ്ടമെന്നല്ലേ ഭഗവത്ഗീതയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പലരും ഭക്തിയോഗത്തെ വിമർശിക്കുന്നവർ ഈ കാര്യം മനസ്സിലാവുന്നില്ല. ജ്ഞാനയോഗികളും ചിലപ്പോൾ മാനസികമായ പിരിമുറുക്കത്തിൽ ദൈവത്തെ പ്രാർത്ഥിക്കുന്നതായ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായും അവർ ഉപേക്ഷിച്ചവരാണ്. ദൈവം എന്നുള്ളത് ആ ബ്രഹ്മത്തെ മാത്രമേ അവർ കാണുന്നുള്ളൂ, മറ്റൊന്നിനും അതിന് ബഹുമാനങ്ങളോ കൊടുക്കാറില്ല. ക്ഷേത്രത്തിൽ ചെന്ന പ്രദക്ഷിണം പോലും ചെയ്യില്ല. നേരെ പോയി അവിടെ വന്ന് പ്രഭാഷണം നടത്തി അങ്ങോട്ട് പോകും. ഒന്ന് നോക്കി തൊഴുക പോലും ചെയ്യാത്തവരുണ്ട്. കാരണം അത് ആവശ്യമില്ല. അതൊക്കെ ഈ ബാലപാഠങ്ങളാണ്, നഴ്സറി ക്ലാസ്സാണ് ക്ഷേത്രം എന്നുള്ളത്. പക്ഷെ അവരോടൊക്കെ ഭട്ടതിരിപ്പാട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മഹാപണ്ഡിതൻ, സംസ്കൃത ഭാഷാ പണ്ഡിതൻ, തർക്കശാസ്ത്ര വിദഗ്ധൻ, അതുപോലെ നിരവധി വേദാന്ത തത്വങ്ങൾക്ക് വ്യാഖ്യാനം നൽകിയ മഹത് വ്യക്തി, ഉപനിഷത്ത് മനസ്സിലാക്കിയ വ്യക്തി, ആ വ്യക്തിയാണ് ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അതവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പം അതുകൊണ്ട് ഭക്തിയെ പ്രോത്സാഹിപ്പിക്കണം എന്ന് തന്നെയാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. നാരായണീയം ആ ഭക്തിയെ വർദ്ധിപ്പിക്കുന്ന ഒരു സിദ്ധൌഷധവും കൂടിയാണ് എന്ന് സൂചിപ്പിക്കുന്നു. നമസ്തേ.